സ്നേഹമുള്ളവരെ, പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ തുടർച്ചയായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരമ്പരയിലെ അവസാനത്തെ എപ്പിസോഡാണിത്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾ ചെയ്ത പാപത്തിന് ഒരു കടബാധ്യതയുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് മറ്റ് പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. മാനഹാനി, അവസരനഷ്ടം, ജീവഹാനി, സാമ്പത്തിക നഷ്ടം, മനപ്രയാസം, ദുഷ്പേര്, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നവർ അനുതപിച്ച് കുമ്പസാരിച്ചതുകൊണ്ടും ദൈവം ക്ഷമിച്ചതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അത് ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ അസുഖം മൂലം ചത്തുപോയ കന്നുകാലികളെ അതിൻ്റെ ഉടമകൾ ഇറച്ചി വിൽപ്പനക്കാർക്ക് വിൽക്കുന്നു. അവരതിനെ ഫ്രീ ആയിട്ട് വാങ്ങി ഇറച്ചിയാക്കി വിറ്റ് പൈസ വാങ്ങുന്നു. രോഗം ബാധിച്ച മാംസമാണ് വിൽക്കുന്നത്. അത് എത്രയോ പേരെ രോഗികളാക്കുന്നുണ്ടാകുമെന്ന് അത് വിൽക്കുന്നവരോ ബന്ധപ്പെട്ടവരോ ഒന്നും ചിന്തിക്കാറില്ലല്ലോ. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ നുണ പറഞ്ഞ് കല്യാണം നടത്തുക. ഒന്നെങ്കിൽ ചെറുക്കൻ്റെ വ്യക്തിജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മറച്ചു വെച്ച് കല്യാണം നടത്തുക, അല്ലെ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മറച്ചു വെച്ച് കല്യാണം നടത്തുക. ഉദാഹരണത്തിന് മനോരോഗം മറച്ചു വെച്ചിട്ട്, അല്ലെ വിദ്യാഭ്യാസ യോഗ്യത മറച്ചു വെച്ചിട്ട്, അതല്ലെങ്കിൽ നേരത്തെ വിവാഹം നടത്തി വിവാഹമോചനം നേടിയതാന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള നുണകൾ പറഞ്ഞ് സത്യം മറച്ചു വെച്ച് കല്യാണം നടത്തുന്നു. കല്യാണം നടത്തി കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ സത്യം വെളിപ്പെടും. ഒന്നെങ്കിൽ കല്യാണം കഴിച്ച് ചെന്ന പെൺകുട്ടി മനോരോഗിയായിട്ട് പെരുമാറുന്നത് കാണുന്നു, അല്ലെങ്കിൽ മക്കളുണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് കല്യാണം കഴിക്കുന്നു. ഇത് തിരിച്ചറിയുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇങ്ങനത്തെയുള്ള സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ ഡ്രൈവർമാർ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്നതുകൊണ്ട് എന്തുമാത്രം അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു. മരിക്കുന്നവരുടെ ജീവൻ പോയി, അവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ വേറെ, വാഹനങ്ങൾ ഒന്നാക്കിയെടുക്കുന്ന പ്രശ്നം. അതുപോലെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അക്രമം നടക്കുന്നത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തുമാത്രം അധിക പണച്ചെലവാണ് വേണ്ടി വരുന്നത്. കേസന്വേഷിക്കാനുള്ള പോലീസുകാരുടെ നിരന്തരമായ ഓട്ടം, അതിനുവേണ്ടി വരുന്ന അധികമായ ചിലവുകൾ, വാഹന ചിലവുകൾ, മറ്റ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പണം പോലും ഇത്തരം കേസന്വേഷിക്കാനും അക്രമങ്ങൾ തടയാനുമൊക്കെ ചെലവഴിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തി വെക്കുന്ന വലിയ നഷ്ടങ്ങളുണ്ട്. അത് നമ്മൾ ആലോചിക്കണം. അതുപോലെ അബോർഷൻ നടത്താൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ട് അബോർഷൻ നടക്കാതിരിക്കുകയും ആ കുട്ടി ജനിക്കുകയും ചെയ്ത കഥകൾ ഉണ്ട്. ആ കുട്ടി ശാരീരികമായ വൈകല്യത്തോടും ബുദ്ധിപരമായ വൈകല്യത്തോടും കൂടിയാണ് ജനിച്ചത്. ഇന്ന് അപ്പനും അമ്മയ്ക്ക് അറിയാം ഞങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത്. അവർക്ക് സങ്കടമുണ്ട്, അവർക്ക് ഒടുങ്ങാത്ത വേദനയുണ്ട്. പക്ഷേ അവർക്ക് ആ കുട്ടിയെ ഒരു വിധത്തിലും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി വാങ്ങുന്നവരുണ്ട്,
കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടേണ്ട ജോലി അർഹതയില്ലാത്തവർ നേടിയെടുത്ത സംഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ എനിക്ക് ഒരു സമ്പന്നമായ വിദേശ രാജ്യത്തിൻ്റെ പേരും കൂടെ ഞാൻ പറയുന്നില്ല, രാജ്യത്തു നിന്നൊരു കത്ത് വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച് ഇത്ര നാൾ ജോലി ചെയ്ത ഒരാൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ? ഈ ആളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാണ് കത്ത്. ഇയാളുടെ വിവരങ്ങളും അവിടെ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും അവിടെ ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. ഞാനെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഡയറക്ടറുടെ ഒപ്പിൻ്റെ സ്ഥാനത്ത് വേറെ എന്തോ ഒപ്പാണ്, നഴ്സ് സൂപ്രണ്ടിൻ്റെ സ്ഥാനത്ത് വേറെ ആരുടെ ഒപ്പാണ്. അപ്പോൾ എനിക്ക് സംശയമായി. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ ജോലി ചെയ്തിട്ടില്ല. ആ സ്ഥാപനത്തിൽ നിന്ന് മറ്റാരോ വഴി ലെറ്റർ ഹെഡ് സംഘടിപ്പിച്ച്, അഥവാ മറ്റാർക്കാ കൊടുത്ത ലെറ്റർ പാഡ് സ്കാൻ ചെയ്തെടുത്ത് അതിൻ്റെ അകത്ത് തെറ്റായ വിവരങ്ങൾ അടിച്ചു ചേർത്ത് ഒപ്പം വേറെ കാണുന്ന സ്കാൻ ചെയ്ത് കയറ്റി ജോലിക്ക് അപേക്ഷിച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നവർ, അർഹതയില്ലാത്ത അവസരങ്ങൾ നേടുന്നവർ, അർഹതപ്പെട്ട അവസരങ്ങൾ കളയുന്നവർ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ദുശ്ശീലങ്ങൾ പഠിപ്പിക്കുന്നവർ, എത്രയോ കുട്ടികളെ ഈ ദുശ്ശീലങ്ങൾ പഠിപ്പിക്കുന്ന ആരാ? മറ്റുള്ളവർ, അവർ തന്നെ പഠിക്കുന്നതല്ല. ഈ ദുശ്ശീലങ്ങൾ പഠിപ്പിച്ച് വിടാൻ എളുപ്പമാണ്. പഠിപ്പിച്ചവരെ പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പല മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റും, തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ട് പോയി കുമ്പസാരിച്ചു, അതുകൊണ്ട് നഷ്ടപ്പെട്ടയാളുടെ നഷ്ടം നികത്തപ്പെടുന്നില്ല. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മളുടെ ഓരോരുത്തരുടെ തെറ്റുകൾ കൊണ്ട് മറ്റനേകർക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്തി കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുന്നതല്ല. ഇനി പാപത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതത്തെക്കുറിച്ച് കൂടി പറയട്ടെ. നമ്മൾ കുമ്പസാരിച്ചാലും അനുതപിച്ചാലും പാപമോചനം കിട്ടിയാലും തീരാത്ത പാപത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. അതാണ് പാപം മൂലമുണ്ടാകുന്ന പ്രകൃതിക്കുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പാപം പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇന്ന് ഗവൺമെൻറ്റും മാധ്യമങ്ങളും സാധാരണക്കാരുമെല്ലാം പ്രകൃതിക്കുണ്ടാകുന്ന ദുരന്തങ്ങളെപ്പറ്റി, കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി, അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതിനെപ്പറ്റി, മഴ കുറയുന്നതിനെപ്പറ്റി, അന്റാർട്ടിക്ക പോലുള്ള സ്ഥലങ്ങളെ പോലും മഞ്ഞുരുകുന്നതിനെപ്പറ്റി, വായു വെള്ളമെല്ലാം മലിനമാകുന്നതിനെപ്പറ്റിയൊക്കെ വളരെയധികം പറയുന്നുണ്ട്. ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം തെറ്റായ രീതികളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്? മനുഷ്യൻ്റെ തെറ്റ് കാരണമാണ്. മനുഷ്യൻ പ്രകൃതിയെ ദുരുപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ പൊല്യൂഷനെ പറ്റി പറയും. പൊല്യൂഷൻ എന്ന് പറയുന്നത് ആരും ലോകം മുഴുവനെയും പൊല്യൂട്ട് ചെയ്യുന്നില്ല, ലോകം മുഴുവനെയും മലിനീകരിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും മലിനീകരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു കൊച്ചു പ്രദേശത്തെ. അങ്ങനെ ഓരോരുത്തരും അവനവൻ താമസിക്കുന്ന കൊച്ചു പ്രദേശങ്ങളിൽ അല്പാൽപ്പം മലിനീകരണം കൊണ്ടുവരുമ്പോൾ ലോകം മുഴുവൻ മലിനീകരിക്കപ്പെടുക, ലോകം മുഴുവൻ പൊല്യൂട്ടഡ് ആവുകയാണ്, ലോകത്തിൽ ദുരന്തങ്ങളുണ്ടാവുകയാണ്. അപ്പം അതുകൊണ്ട് പാപം മൂലം ലോകത്തിൽ പ്രകൃതിക്ക് പോലും ദുരന്തമുണ്ടാകും. ഉൽപ്പത്തി 3:17 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ആദത്തോട് പറയുകയാണ്, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. മിഖ 6:15 പറയുന്നു, നീ വിതയ്ക്കും എന്നാൽ നീ കൊയ്യുകയില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആഹാസ് രാജാവ്
ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനയും നിഷേധിച്ച് പാപം ചെയ്ത് ജീവിച്ചു. ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ട് 3.5 വർഷത്തേക്ക് ആ രാജ്യത്തിലേക്ക് വരൾച്ച സമ്മാനിക്കുകയാണ്. മഴയും മഞ്ഞും ദൈവം അയച്ചില്ല. 3.5 വർഷത്തെ കഠിനമായ വരൾച്ചയും പട്ടിണിയും ക്ഷാമവും ഉണ്ടായി. അപ്പം മനുഷ്യൻ്റെ പാപം മൂലം പ്രകൃതിക്കുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. സോദോം ഗൊമോറ നശിച്ചത് മനുഷ്യൻ്റെ പാപം മൂലമാണ്. ജലപ്രളയമുണ്ടായത് മനുഷ്യൻ്റെ പാപം മൂലമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ പാപം പ്രകൃതിയെപ്പോലും ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന ആ കാര്യം ഇന്ന് എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ്. നമുക്കത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൂടി ഒന്ന് സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, പാപത്തിന് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കൂടിയ പ്രത്യാഘാതങ്ങളുണ്ട്. പാപം ചെയ്യുന്ന വ്യക്തിക്കും മറ്റുള്ളവർക്കും പ്രകൃതിക്കും. നമ്മൾ അനുതപിച്ചാലും കുമ്പസാരിച്ചാലും ദൈവം ക്ഷമിച്ചാലും തീരാത്ത പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം. ഒരു ആനയുടെയും കൊതുകിൻ്റെയും കഥ ഈ പശ്ചാത്തലത്തിൽ പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ ആനയും കൊതുകും സുഹൃത്തുക്കളാണ്. ആന കൊതുകിന് പ്രത്യേകമായ 3 അനുവാദങ്ങൾ നൽകി. 1, കൊതുകിന് ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാം. 2, ആനപ്പുറത്തിരുന്ന് ഉറങ്ങാം. 3, ആനയുടെ രക്തം എന്തുമാത്രം വേണേലും കുടിക്കാം. നമ്മളേക്ക് ഒരു കൊതുക് കടിക്കുന്ന ജീവൻ പണയം വെച്ചല്ലേ. പക്ഷെ ഇവിടെ ആന രക്തം കുടിക്കാൻ അനുവദിച്ചുകൊണ്ട് ഇഷ്ടംപോലെ രക്തവും കുടിച്ച് ആ കൊതുകെങ്ങനെ സുഖമായിട്ട് ജീവിക്കുക. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആർക്കെങ്കിലും പ്രത്യേക ഉപകാരം ചെയ്തോ അദ്ദേഹം താമസിയാതെ അവർക്ക് നമ്മളോട് ഇഷ്ടക്കേടാകും, പിണക്കമാകും, ശത്രുതയാകും. ഇവിടെയും അങ്ങനെ സംഭവിച്ചു. കൊതുകിന് ആനയോട് പതുക്കെ പതുക്കെ പിണക്കായി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരിക്കലും വഴക്ക് മൂത്ത് വന്നപ്പോൾ കൊതുക് ആനയോട് ഇപ്രകാരം പറഞ്ഞു, എടോ, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ചവിട്ടി നിൻ്റെ മുട്ടുകാലെ ഞാൻ ഒടിക്കും. ആരോട് പറഞ്ഞ? കൊതുക് ആനയോട്. അത് കേട്ടപ്പോൾ അതിനകത്തെ വിഡ്ഢിത്തരം ഓർത്തിട്ട് ആനയൊന്ന് ചിരിച്ചു. അപ്പോൾ കൊതുകിനത് ഇൻസൾട്ടിങ് ആയി തോന്നി. അവനെന്നെ കളിയാക്കുകയാണല്ലോ. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊതുക് ആനയുടെ മുമ്പിലേക്ക് പറന്നു പോന്നു. കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടി പുറകോട്ട് പറന്ന് പരമാവധി ശക്തിയിൽ വന്ന് ആനയുടെ മുട്ടുകാലിട്ട് ഒറ്റ ഇടിയ. ആനയുടെ മുട്ടുകാൽ ഒടിക്കാൻ എന്താ സംഭവിച്ചേ? ആനയുടെ മുട്ടുകാൽ ഒടിഞ്ഞില്ല. പക്ഷേ പകരം കൊതുകിൻ്റെ രക്തം കുടിക്കുന്ന തുമ്പിക്കൈയാണ് ഒടിഞ്ഞത്. പരിക്ക് പറ്റിയത് കൊതുകിന്, ആനയ്ക്കല്ല. ഇത്രയും ചെറിയ കൊതുക് ഇത്രയും വലിയ ആനക്കെട്ട് പോയി ഇടിച്ചാൽ പരിക്ക് പറ്റുന്ന ആനയ്ക്കല്ല, കൊതുകിന്. അത്രയും ബോധം കൊതുകിനുണ്ടായില്ല. ആന ഇപ്പോഴും രക്തം കുടിക്കാൻ തയ്യാറാണ്. പക്ഷേ തുമ്പിക്കൈ ഒടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൊതുകിന് രക്തം കുടിക്കത്തില്ല. അതിങ്ങനെ ദാഹിച്ചും മലഞ്ഞുമൊക്കെ കഴിയാം. ഈ കഥയിലെ ആന ദൈവവും കൊതുക് നമ്മളുമാണ്. ദൈവത്തിൽ നിന്ന് കിട്ടിയ നന്മകൾക്ക് അനുസരിച്ച് ആനുപാതികമായി നമ്മൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങളിലൂടെ ദൈവത്തോട് ഏറ്റുമുട്ടാനും പോയി. ഏറ്റുമുട്ടപ്പോൾ പരിക്ക് പറ്റിയത് ദൈവത്തിനല്ല, പരിക്ക് പറ്റുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. അത്തരം ചില പരിക്കുകളുടെ വിവരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ദുരന്തം സംഭവിക്കുക നമുക്ക് തന്നെയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇപ്പോൾ ദൈവത്തിനെ നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കണമെന്നുണ്ട്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെ തീർക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളിലുള്ള പാപത്തിൻ്റെ തടസ്സങ്ങളുണ്ടെന്ന് ദൈവം പറയുക. ഇവിടെ നമ്മൾ അനുദപിച്ച് പാപമോചനം തേടി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് ചെയ്ത പാപത്തിൽ നിന്ന് മോചനം നേടുക എന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. 3-ാമത്തേത് കഴിയുന്നിടത്തോളം ഭാവിയിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രഭാഷകൻ 21:1-2 വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ, പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുക. അപ്പം നമ്മളും ചെയ്തതും ക്ഷമിക്കപ്പെടാത്തതുമായ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടാനായിട്ട് ശ്രമിക്കണം. അടുത്തതായിട്ട്, നമ്മുടെ പാപം മൂലമോ മറ്റുള്ളവരുടെ പാപം മൂലമോ സഹിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെ വീട്ടിൽ തുടങ്ങി പുറത്തെല്ലായിടത്തും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ പറ്റുന്ന വിധത്തിൽ അവരെ നമ്മൾ സഹായിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്തതും അനുതപേക്ഷ ഏറ്റു പറഞ്ഞതും ദൈവം ക്ഷമിച്ചതുമായ പാപങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലൊരു ഭാരമായിട്ട് കിടക്കരുത്. അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവം ക്ഷമിച്ചിട്ടും അവരുടെ കുറ്റബോധം വരെ വിട്ടുപോകുന്നില്ല. അത് ദൈവം ക്ഷമിക്കാത്തത് കൊണ്ടല്ല, ദൈവം ക്ഷമിച്ചുവെന്നൊരു ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ദൈവം ക്ഷമിച്ച പാപങ്ങൾ നമ്മളെ കൂടുതൽ ഇനി അസ്വസ്ഥതപ്പെടുത്തരുത്. അടുത്തതായിട്ട്, കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ നന്മയിലും കൂടുതൽ പരോപകാര പ്രവൃത്തികളും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പഴയ നിയമത്തിൽ മക്കബായരുടെ പുസ്തകത്തിൽ ഒരമ്മയുടെയും 7 മക്കളുടെയും വിവരണമുണ്ട്. ഈ അമ്മയും 7 മക്കളും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ച ആളുകളാണ്. പക്ഷെ രാജാവ് ഇവരെ വിഗ്രഹാരാധന നടത്തുവാനും നിഷിദ്ധമായ പന്നിമാംസം കഴിക്കാനും നിർബന്ധിച്ചു. ഈ അമ്മയും മക്കളും വഴങ്ങിയില്ല. അപ്പോൾ രാജാവ് ഇവരെ രാജസദസ്സിലേക്ക് വിളിച്ചു. രാജസദസ്സ് വിളിച്ചു കൂട്ടി. അവിടെ ഒരു അഗ്നികുണ്ഡമുണ്ടാക്കി. അതിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് തകിട് വെച്ച് പഴുപ്പിച്ച് നിർത്തി. എന്നിട്ട് രാജസദസ്സിലേക്ക് മൂത്ത മകനെ വിളിച്ചു. അമ്മയും ഇളയത്തങ്ങൾ 6 പേരെയും കണ്ടുകൊണ്ട് നിൽക്കുക. മൂത്തവനോട് പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറ. അവൻ പറഞ്ഞു, ഞാൻ തള്ളിപ്പറയത്തില്ല. അപ്പോൾ അവൻ്റെ കൈയും കാലും മുറിപ്പിച്ചു രാജാവ്. ഇനി ദൈവത്തെ തള്ളിപ്പറ. അവൻ പറഞ്ഞു, പറയില്ല. തലയിൽ നിന്ന് തൊലി ഉരിഞ്ഞു. ഇനി ദൈവത്തെ തള്ളിപ്പറ. അവൻ പറഞ്ഞു, ഇല്ല. ശരീരത്തിൽ നിന്ന് തൊലി ഉരിഞ്ഞു. ഇനി ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. നാവ് മുറിച്ചു. ഇനി ദൈവത്തെ തള്ളിപ്പറ. ഇല്ല. ഇത്ര ആയപ്പോൾ ആ ശരീരം ഈ പഴുപ്പിച്ച് നിർത്തിയ ഇരുമ്പ് തകിടിലേക്ക് എടുത്തു വെച്ചു. അവിടെ കിടന്ന് ആ മനുഷ്യൻ മരിച്ചു. ആ മൃതശരീരം എടുത്തു മാറ്റി. രണ്ടാമത്തെ ആളെ വിളിച്ചു. അവനോട് ചോദിച്ചു, നിന്റെ ചേട്ടനോട് ചെയ്തത് കണ്ടോ? അവൻ പറഞ്ഞ്, കണ്ടു. ഒരു കാര്യം ചെയ്യുക, നീ ദൈവത്തെ തള്ളിപ്പറ, ഇല്ലെങ്കിൽ ഇതു തന്നെ നിന്നോടും ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ തള്ളിപ്പറയത്തില്ല. അങ്ങനെ അവനെയും കൊന്നു. മൂന്നാമത്തെ ആളെ വിളിച്ചു. ഇത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ 6 പേരെയും വിളിച്ചു കൊന്നു. 7ാമത്തവനെ വിളിച്ചു. അവനെ സോപ്പിടാൻ നോക്കി. അവനോട് പറഞ്ഞു, നിന്നെ കൂടെ കൊന്നു കളഞ്ഞാൽ നിൻ്റെ അമ്മയ്ക്കാരാ ഉള്ളത്? അവൻ്റെ ഒരു കോമൺ സെൻസ് കാണിക്ക്. നീ ഒന്ന് ദൈവത്തെ തള്ളിപ്പറ, നിൻ്റെ അമ്മയെങ്കിലും നോക്കാൻ നീ ജീവിച്ചിരിക്കും. അവൻ ആലോചിച്ചപ്പോൾ അതിനകത്തൊരു ചെറിയ പോയിൻ്റുണ്ട്. എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ എന്നെയും കൂടെ കൊന്ന എൻ്റെ അമ്മയ്ക്കാരാ? അതുകൊണ്ട് അവനെ അമ്മയോട് ചോദിച്ചു, അമ്മയെ നോക്കാൻ വേണ്ടി, ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തെ തള്ളി പറഞ്ഞോട്ടെ, ഉള്ളുകൊണ്ടല്ല പുറമേ ഒന്ന് തള്ളി പറഞ്ഞോട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി എങ്ങനെയാണ്? മകനെ, എന്നെ നോക്കാൻ വേണ്ടിയിട്ട് നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കണ്ട. നീ അന്തസ്സായിട്ട് ദൈവത്തെ ഏറ്റുപറഞ്ഞ് വീരചരമം പ്രാപിക്കുക. അങ്ങനെയാണെങ്കിൽ ലോകാവസാനത്തിൽ എൻ്റെ മൂത്ത 6 മക്കളോടൊപ്പം എനിക്ക് നിന്നെ തിരിച്ചു കിട്ടും. ആ മകൻ പോയി തിരിച്ചു പറയുകയാണ്, ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല. അങ്ങനെ അവനെയും കൊന്നു. അവസാനം ആ അമ്മയെയും കൊല്ലുകയാണ്. ആ അമ്മ മക്കൾക്ക് മകന് കൊടുത്ത ഉപദേശം നമ്മളൊന്ന് ശ്രദ്ധിച്ച്, തക്കാലം എന്നെ നോക്കാൻ വേണ്ടി നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിക്കണ്ട. നീ മരിക്കണമെന്നല്ല, പക്ഷേ രാജാവ് കൊല്ലുകയാണെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ ജീവിച്ചിരിക്കാൻ നോക്കണ്ട. നീ ദൈവത്തെ ഏറ്റുപറഞ്ഞ് നീ മരിച്ച്, അതൊരു വീരചരമമാണ്, അതൊരു വിശുദ്ധമായ മരണമാണ്. ലോകാവസാനത്തിൽ എൻ്റെ മറ്റ് മക്കളോടൊപ്പം എനിക്ക് നിന്നെ തിരിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെയും 7 മക്കളുടെയും ഒക്കെ
ദൈവവിശ്വാസവും സമർപ്പണമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ സമർപ്പണമൊക്കെ അത്ര ചെറുതാണ്. എത്രയോ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, ചെറിയ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് പ്രചോദനം കൊടുക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾക്ക് വേണ്ടി ദൈവത്തെ തള്ളിപ്പറഞ്ഞും മറ്റുള്ളവർക്കും അവനവന് തന്നെയും നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചും ജീവിതക്കാരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയുടെ കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നതുപോലെ മാതാവ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപം ചെയ്യാതെ ജീവിച്ച ആളാണ്. ആ മാതാവ് തീർച്ചയായിട്ടും പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കും. സ്വർഗത്തിൽ നിന്ന് പലപ്പോഴും മാതാവ് പ്രത്യക്ഷപ്പെട്ട് തരുന്ന സന്ദേശം ഇതാണ്: മക്കളെ, ലോകത്തിൽ പാപം പെരുകുന്നു, ലോകത്തിന് മേൽ ദൈവത്തിൻ്റെ കോപം ഉജ്ജ്വലിക്കുന്നു, ദൈവം ലോകത്തെ ശിക്ഷിക്കാനൊരുങ്ങുന്നു. അതുകൊണ്ട് ഒരു വശത്ത് പാപത്തിൽ നിന്ന് പിന്തിരിയുക, രണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുക, പാപത്തിന് പരിഹാരമായിട്ട് ജപമാല ചൊല്ലുക. ഇതൊക്കെയാണ് മാതാവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, തിരുനാൾ ആഘോഷിക്കുന്ന രണ്ട് വിശുദ്ധരാണല്ലോ, വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ ഗീവർഗീസും. രണ്ടുപേരും പട്ടാളക്കാരായിരുന്നു. രാജാവിനെ പ്രസാദിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ സഹനവും മരണവും ഒന്നും ആവശ്യം വരില്ലായിരുന്നു. പക്ഷേ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, പീഡനം ഒഴിവാക്കാൻ വേണ്ടി അവർ അഭിനയത്തിൽ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. അവർ ദൈവത്തെ ഏറ്റുപറഞ്ഞു. അതുകൊണ്ടാണ് അവർ സഹിച്ച് മരിച്ചത്. ആ സെബസ്ത്യാനോസിൻ്റെ അമ്പാണ് നമ്മൾ പള്ളിപ്പെരുന്നാൾ എഴുന്നള്ളിക്കുന്നത്. ആ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലാണ് നമ്മൾ പകർച്ചവ്യാധികൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ഗീവർഗീസിൻ്റെ നാമത്തിലാണ് ശുദ്ധജീവികളുടെ ഉപദ്രവങ്ങൾ, പ്രത്യേകിച്ച് പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോലും ഗീവർഗീസിൻ്റെ ആളുടെ നാമത്തിൽ കുർബാന ചെല്ലിച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലിച്ചിട്ടുണ്ട്. അരുവിത്തുറ കുർബാനയ്ക്ക് ഞാൻ ചെല്ലിച്ചിട്ടുണ്ട്. കാരണം ഞാൻ താമസിച്ച ഒരു സ്ഥാപനത്തിൽ ഭയങ്കരമായ പാമ്പ് ശല്യമായിരുന്നു. എത്ര നോക്കിയിട്ടും പാമ്പ് ശല്യം മാറുന്നില്ല, പ്രാർത്ഥിച്ചു മാറുന്നില്ല. അവസാനം ഞാൻ ഒരാളുടെ കയ്യിൽ അരുവിത്തുറയ്ക്ക് പൈസ കൊടുത്തു വിട്ടു. അവിടെ കുർബാനയിൽ അതിനുശേഷം ആ പാമ്പ് ശല്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്ന അത്രമാത്രം ത്യാഗം സഹിച്ചവരൊക്കെ ജീവിച്ചുകൊണ്ട് അവരൊക്കെ വിശുദ്ധരായി. അവരുടെ മധ്യസ്ഥതയിലൊക്കെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയുള്ള വിശുദ്ധരും മാതാവിൻ്റെയൊക്കെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ തേടിക്കൊണ്ട് കഴിയുന്നതും ദൈവകൃപയിൽ ജീവിക്കാൻ ശ്രമിക്കാം. നമ്മളോ മറ്റുള്ളവരുടെ കാരണം സഹിക്കുന്ന വ്യക്തികളെ പരമാവധി നമുക്ക് സഹായിക്കാം. നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ദൈവം ക്ഷമിച്ച പാപങ്ങൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു ഭാരമായി കിടക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം അത് തെറ്റായിരുന്നെങ്കിലും ദൈവം അത് ക്ഷമിച്ചു. ദൈവം ക്ഷമിച്ച പാപങ്ങൾ മനസ്സിനെ ഭാരപ്പെടുത്തേണ്ട. ദൈവം നമുക്ക് തന്ന എല്ലാ പാപമോചനത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ക്ഷമിക്കാനുള്ള തെറ്റുകളുണ്ടെങ്കിൽ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് പരിഹാരം ചെയ്യാം. നമ്മുടെ മറ്റുള്ളവരുടെ പാപം മൂലം സഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പറ്റുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ എപ്പിസോഡിൻ്റെ പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപം ചെയ്യാതെ ജീവിച്ച പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും സകല സ്വർഗവാസികളുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവീശ്വര മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.